ഫ്രണ്ട്സ്, പൂക്കാരിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കൊച്ചു വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് പാഞ്ചാലിമേട്ടിലാണ്. ഇവിടെ അടുത്ത് തന്നെ മുണ്ടക്കയത്തുള്ള പാഞ്ചാലിമേട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് നല്ലതണ്ണി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അവിടെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കാണാൻ. നമ്മുടെ പൂക്കാരിയുടെ ഇനി കുറച്ച് എപ്പിസോഡ്സ് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് സമയം ഒട്ടും കളയണ്ട, പെട്ടെന്ന് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് യാത്ര ആരംഭിക്കുകയാണ്. പോവാം. ശരിക്കും സത്യത്തിൽ ഹൈ റേഞ്ച് ഒരിക്കലും മടുക്കില്ല. ഹൈ റേഞ്ചിന്റെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും അത്രയ്ക്ക് മനോഹരമാണ് അല്ലേ? എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്കോ? ഇപ്പോൾ നമ്മൾ പാഞ്ചാലിമേട്ടിൽ നിന്നും നല്ലതണ്ണിയിലേക്ക് പോകുന്ന വഴിയോര കാഴ്ചകളാണ് കാണുന്നത് കേട്ടോ. നമ്മളൊക്കെ ഒരുപാട് പ്രാവശ്യം പാഞ്ചാലിമേട്ടിൽ വന്നിട്ടുള്ളവരല്ലേ? ഞാനും വന്നിട്ടുണ്ട് ഒരുപാട് തവണ. പക്ഷെ ഇതിന്റെ തൊട്ടടുത്ത്, അതായത് ഒരു 3-4 കിലോമീറ്റർ വ്യത്യാസത്തിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. മലകളും കോടമഞ്ഞും നല്ല രസമുണ്ടല്ലേ? ഇവിടെ ഇപ്പൊ സമയം ഏകദേശം രാവിലെ 10:30 കഴിഞ്ഞു കേട്ടോ. പക്ഷെ നമ്മുടെ അവിടെയൊക്കെ ആണെങ്കിൽ ഈ 10:30 മണിക്ക് എന്നാ ചൂടും വെയിലും ഒക്കെയാ. ഇവിടെ ഇപ്പോഴും എന്നാ ഒരു ഫീലാ, ഭയങ്കര തണുപ്പും കോടമഞ്ഞും നല്ലൊരു ഫീലാ കേട്ടോ. നമുക്കൊക്കെ ഈ ഓഫീസിന്റെ ടെൻഷനിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാനും ഒന്ന് കൂളാകാനും ഒക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇത് കേട്ടോ. നമുക്ക് കോട്ടയം ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നൊക്കെ ഒരു 2 മണിക്കൂർ യാത്രയെ നമുക്ക് ഉണ്ടാവത്തുള്ളൂ. ആ 2 മണിക്കൂർ നമുക്ക് ഒട്ടും ഒരു നഷ്ടമായിരിക്കത്തില്ല. നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. നല്ലതണ്ണിയിലെ നല്ല സുന്ദരമായ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ദേ ആ കാണുന്നതാണ് കേട്ടോ തെക്കേമലപ്പള്ളി. നമ്മൾ മുണ്ടക്കയത്ത് നിന്ന് വരുമ്പോൾ നമ്മൾ തെക്കേമലപ്പള്ളി ചുറ്റിയാണ് നല്ലതണ്ണിയിലേക്ക് യാത്രയാകുന്നത്. ഇവിടെയൊക്കെ ഒരുപാട് ഹോം സ്റ്റേസും വില്ലാസും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാനും മെഡിറ്റേഷനും ഒക്കെ താല്പര്യമുണ്ടെങ്കിൽ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണിത് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് മുണ്ടക്കയത്തുള്ള നല്ലതണ്ണിയിൽ എത്തിയിരിക്കുകയാണ്. ഇതൊരു വളരെ മനോഹരമായ സ്ഥലമാണ് കേട്ടോ. ഇത് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് നല്ലതണ്ണിയിലുള്ള OCD ആശ്രമത്തിന്റെ ഒരു തോട്ടത്തിലാണ് നിൽക്കുന്നത്. വളരെ മനോഹരമാണ് ഇത് കാണാൻ കേട്ടോ. പിന്നെ അപ്പുറം ഭാഗം കാണുന്നത് ശബരിമലയാണ്. അപ്പൊ ഇവിടെയൊക്കെ നിന്ന് ആളുകൾ മകരവിളക്കൊക്കെ കാണാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതൊരു വളരെ മനോഹരമായ സ്ഥലമാണ്. നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കൂ. ഇനി നമ്മൾ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല സ്ഥലം നോക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇനി നമ്മളൊന്ന് ചെയ്യാൻ പോവുക കേട്ടോ. അങ്ങനെ നമ്മൾ നല്ലതണ്ണിയിലെത്തി. നമ്മളൊരു കൊച്ചടുപ്പൊക്കെ കൂട്ടി ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന വിഭവം ചിക്കൻ കപ്പ ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പം ഇന്ന് നമ്മോടൊപ്പം പാചകം ചെയ്യാൻ എത്തിയിരിക്കുന്നത് ജിതിനാണ്. ജിതിൻ വളരെ നല്ലൊരു ഷെഫാണ്. നിങ്ങൾക്ക് മുമ്പിലത്തെ പായസത്തിൻ്റെ എപ്പിസോഡൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇന്ന് നമ്മോടൊപ്പം കുറേ പേരുണ്ട്. ഇത് ഞങ്ങളുടെ ഒരു ടീം വർക്കിൻ്റെ എഫേർട്ടാണ്. ഇന്ന് ഞങ്ങളോടൊപ്പം കുറേ പേരുണ്ട്. സുനിലേട്ടനുണ്ട്, പിന്നെ സന്തോഷേട്ടനുണ്ട്, പിന്നെ ഇന്നും ക്യാമറ കണ്ണുകളുമായി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ആദർശാണ്. പിന്നെ എല്ലാ സഹായങ്ങൾക്കും കൂടെ സിറിലും ഉണ്ട്. അപ്പം നമുക്ക് ഇനി പാചകത്തിലേക്ക് കടക്കാം. നമ്മൾ അടുപ്പ് കൂട്ടി വെള്ളം തിളച്ചതിന് ശേഷം കപ്പ കുത്തി അതിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ 4 കിലോ കപ്പയും 2 കിലോ ചിക്കനുമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്.
ഇപ്പം നമ്മുടെ കപ്പ ഒരു അടുപ്പേ വെന്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നമ്മൾ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാൻ പോവാണ്. അപ്പോൾ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമ്മളിപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്തോരം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്? ഒരു 200 ഗ്രാം വെളിച്ചെണ്ണ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി അപ്പം നമ്മൾ ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് എന്നൊക്കെയാണ് സാധനങ്ങൾ? ഏലക്ക, ഗ്രാമ്പൂ, കറുവപ്പട്ട, തക്കോലം, പെരിഞ്ജീരകം. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇടുന്നത്. ഏലക്ക, കറുവപ്പട്ട, പെരിഞ്ജീരകം, തക്കോലം, ഗ്രാമ്പൂ. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ചൂടായ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇത് മൂത്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞത്. ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് 6 സബോള, മീഡിയം സൈസിലുള്ള 6 സബോള ചോപ്പ് ചെയ്തെടുത്തത് ഇതിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. ഉപ്പ് നമ്മുടെ ടേസ്റ്റിന് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. സബോള ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം നമ്മളൊരു 10 പച്ചമുളക് ചോപ്പ് ചെയ്ത് ഇതിൻ്റെ അകത്തോട്ട് ഇടുകയാണ്. ഇനി നമ്മൾ 3 തക്കാളിക്ക 4ആയിട്ട് പൊളന്ന് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തു. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി നമ്മൾ ഒരു ടേബിൾ സ്പൂണാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മല്ലിപ്പൊടി ഒരു 2.5 ടേബിൾ സ്പൂൺ. പിരിയമുളക് പൊടി, അതായത് കാശ്മീരി ചില്ലി പൗഡറും സെയിം അളവ് തന്നെ, അതായത് 2.5 ടേബിൾ സ്പൂൺ. ഇതിന് ശേഷം നമ്മൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്ന ഗരം മസാലയാണ്. അതിനുശേഷം നമ്മൾ ഒരു കപ്പ് വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ചിക്കൻ ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ചിക്കൻ്റെ ഗ്രേവിയുടെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പം ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ ആദ്യം വന്നപ്പോഴേ നല്ല കാലാവസ്ഥയായിരുന്നു, നല്ല ഒരു പ്രസന്നമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു, നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ അടുപ്പ് കൂട്ടിക്കൊണ്ടിരുന്നപ്പം ചെറുതായിട്ട് മഴയൊക്കെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ അടുപ്പൊക്കെ കെട്ടുപോയി. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ അടുപ്പ് കത്തിച്ചു. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ചിക്കൻ വെന്ത് വന്നപ്പോൾ നല്ലൊരു കാലാവസ്ഥ ഇവിടെ കേട്ടോ. എന്നാന്നറിയത്തില്ല, ചിക്കൻ വേണ്ടി കാലാവസ്ഥ മാറിയതാണെന്ന് പോലും എനിക്ക് സംശയം ഇല്ലാതില്ല. അപ്പോൾ നമ്മുടെ ചിക്കൻ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ കപ്പ ഏകദേശം ഒരു 3/4 വേവായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നല്ലൊരു സ്മെല്ലൂടെ വരുന്നുണ്ട്. ഇതോടൊപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു അഡീഷണൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള തേങ്ങ നമുക്ക് ചിരണ്ടി വറുത്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് വേറൊരു ടേസ്റ്റ് കിട്ടും. ഇതിപ്പോൾ നമ്മൾ വേറൊരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. 2 രീതിയിലും നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പം നമ്മുടെ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളപ്പോൾ അത് കോരിയെടുക്കുകയാണ്. നല്ല സൂപ്പറായിട്ട് കപ്പ വെന്തിട്ടുണ്ട്. ഇനി കോരിയെടുത്ത കപ്പ നമ്മൾ നന്നായിട്ടൊന്ന് ഒതുക്കി കൊടുത്തിട്ട് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇപ്പം നമ്മുടെ കപ്പ നന്നായിട്ട് ഒതുക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ഈ ചിക്കൻ്റെ ഗ്രേവിക്കകത്തോട്ട് നമ്മളിത് ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ല സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കപ്പ ബിരിയാണി നന്നായിട്ട് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തു. ഈ കപ്പയും ചിക്കനൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ആവി വരുന്ന പരുവാകുന്നിടം വരെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ കപ്പ ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഫൈനൽ ടച്ചിങ് ആയിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയുടെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ കപ്പ ചിക്കൻ ബിരിയാണി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോയിലൂടെ നമ്മൾ വീണ്ടും കാണും. ബൈ.